അസ്സലാമലൈക്കും. വെൽക്കം ടു യൂട്യൂബ് ചാനൽ ജന്ന മറിയ ബ്ലോഗ്. ഞങ്ങൾ സൺഡേ പോവാം, പെരുന്നാൾ പർച്ചേസിങ് പോകട്ടെ. നാളെ പോകാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം ഇനി ഏതായാലും ഇന്ന് പോകണ്ട. അപ്പം ഇന്ന് നാളെ വേറെ സ്ഥലം പോകാണ്ട് ഹോസ്പിറ്റലിൽ. ഇപ്പോൾ പോവാണ്. 1:30 ഇറങ്ങാൻ വെച്ചിട്ട് ലേറ്റായി. ഇപ്പം മാറ്റിലൊക്കെ കഴിഞ്ഞു. മോളുടെ കുറുമ്പി ഇതാ. അപ്പം അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അവിടുത്തെ കുറച്ച് വിശേഷം ഇടാം. എൻ്റെ തട്ടവലിക്ക് ഇട്ടാ. പെരുന്നാൾക്ക് ഞങ്ങളന്ന് കല്യാണത്തിന് ഞാൻ പറഞ്ഞില്ല, കല്യാണത്തിന് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉൾക്കും എനിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും വീട്ടിലിടാനതിന് ഐറ്റംസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലിടാനും പിന്നെ ഞങ്ങൾ അംഗൻവാടി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് കുറച്ചൊക്കെ നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകാം. ബാക്കി വിശേഷം പുറത്ത് പോയിട്ട് കാണാം. ഓക്കെ. എനിക്ക് കടെടുത്തു. അജുണ്ടാ ഇതെന്തത് വണ്ടിക്ക്? അല്ലല്ലേ, വണ്ടിക്ക് എന്താ പ്രശ്നം ഉണ്ടേന്? ബ്രേക്കാണ്. മരിച്ചിക്കണോടെ ആരോ മരിച്ചു. ഞങ്ങൾ സെൻറ്റർ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന് നിങ്ങളെ പെടൂല. ഞങ്ങൾ ചെറിയ പർച്ചേസിന് പോവുകയാണ്. വേണ്ട, പതുക്കെടുത്തോ, കുഴപ്പമില്ല. നമുക്ക് ഇവിടെ മറ്റോട്ട് നിർത്താം. ഞാൻ പറഞ്ഞത് ഇവിടെ അല്ലേ ഞാൻ പറഞ്ഞത് എവിടെയാണ് ഞാൻ കാണിച്ചതാ. ഇപ്പോൾ മഴക്കാലം ഗായ്സ്, നല്ല ബുദ്ധിമുട്ടുണ്ട് വണ്ടികൾക്ക്.
അപ്പുറം പോകും ചാരുതൻ്റെ അവിടെ. ഞാൻ പോയിട്ട് മോള് നോക്കിയപ്പോൾ ഞാൻ കുറച്ച് മെസ്സേജൊക്കെ ഈ കോട്ടൻ്റെ ഇത് ഫുള്ളിട്ടായിരിക്കണം അടിയിൽ കണ്ട കോട്ടൺ വേറെ നമ്മൾ ചാരുതല വന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ. ഇതിൻ്റെ ഇതില്ലേ സുഖല്ലേ നാരങ്ങ പന്താണ് അതേ റോഡ് മുറിക്കാടൊക്കെ നിക്കണ് അപ്പളൊക്കെ പറഞ്ഞ നിങ്ങളല്ല രണ്ട് കവർ സാധനം നാളെ പോകുമ്പോ ഈ ഡ്രസ് തന്നെയാണ്. നാളെ തൃശ്ശൂർ കൊണ്ടത് ഉണ്ടാ 25-ാം തീയതി വരുമ്പോത്തിനൊക്കെ എടുത്തു വെക്കാം. ഞങ്ങളതൊക്കെ വിച്ചറിയിക്കല്ലേ സെറ്റപ്പായിട്ട് ഇരിക്കണം. തന്നെ മാജി ചെയ്ത് 2 മാസം ഉണ്ട് എബിച്ചാച്ച. 2 മാസം. കുഞ്ഞിമാർക്ക് പോണ വഴി നമ്മുടെ സർഫറാസിൻ്റെ പള്ളി വാടാപള്ളിക്കപ്പം ജനം. അസ്സലാമലൈക്കും. ജനമോളിക്കൊക്കെ കിടക്കുന്ന സ്ഥലം ജനമോളിക്കാക്ക. പിന്നെ വാടാനപ്പള്ളിക്കത്തെ ഉമ്മയുണ്ട് കേട്ടോ. ജനമ്മയുടെ പൊന്നുമ്മ പൊന്നുമ്മ ജനവിടെ അറിയില്ല. എൻ്റെ സർഫറാസല്ലേ അത് ഞാൻ പറഞ്ഞു. വാടാപ്പള്ളിത്തം പറഞ്ഞു അത് ഞാൻ പറഞ്ഞു. വാടാപ്പള്ളിത്തമ്മാനും പറഞ്ഞല്ലോ. ഇന്നത്തെ കണക്ക് കൂട്ടണം പർച്ചേസ് എത്ര ആയി. മോളെ ചോറിന് അതേ പോയിക്കണോ 1 മണിയായി. നമ്മുടെ പുട്ടമുഖം എത്താനായിട്ടുണ്ട്. പിള്ളേർ വിളിക്കാനാ പിന്നെന്താ. നോക്കല്ലേ നോക്കല്ലേ. ഞങ്ങൾ ഫസുവിൻ്റെയും റിഹുവിൻ്റെയും സ്കൂൾക്ക് വന്നിട്ടാണ് ടീച്ചറെ കാണാൻ. ജന കൊടുക്കുന്നതാണ്
ഇതാ എവിടേക്ക് വരണേ എവിടേക്കാ വരണേ കലി കയറുന്ന കുട്ടിയാര കലി കയറുന്ന കുട്ടി വേണ്ട ആ നിനക്ക് കാലി കയറുന്നുണ്ടോ നിനക്ക് കാലി കയറുന്നുണ്ടോ നിനക്ക് കാലി കയറുന്നുണ്ടോ നിനക്ക് കാലി കയറുന്നുണ്ടോ ജന നോക്ക് ജന്നയുടെ ആള് വരുന്നുണ്ട് കാണാം നായ നോക്കിയേ അമ്മ അല്ല മാച്ചിപ്പാരാ വീഡിയോ എടുക്കണേ പിന്നെ എന്താണ് അതിനാണ് ആ പറയുന്നത് ഞാൻ മാജിയെ വീഡിയോ എടുക്കുന്നത് അതാണ് ഏട്ടൻ മൈക്ക് മിക്കവാറും കൊണ്ട് ചാടിക്കാനുള്ള മാറ്റമുണ്ട് ഏതെങ്കിലും കൊണ്ട് ഒന്ന് റേഡിയോ നമ്മളടിക്കാൻ കൊടുക്കാൻ പോണേ കുഞ്ഞുമാർക്ക് ഹലോ ഇങ്ങടാ വഴി വഴിയല്ല വഴി വഴി സ്പീഡ് വിട്ട് മറക്കും അജിൻ്റെ റസ്റ്റില കഥയെന്നൊന്ന് കണ്ടോക്ക് കുഞ്ഞിമ്മില്ലേ അറിയോ ഞങ്ങളെ വാ മജ എന്തൊക്കെ സത്യം എത്ര ഷോട്ടെന്നറിയോ കല്യാണ മാർക്ക് വരെ എടുത്തായി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഹെഡ്സെറ്റ് ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഓപ്പൺ കൊറിയർ ആയിരുന്നു അവർ ഓപ്പൺ ചെയ്ത് തരും അവരെ വീഡിയോ എടുക്കും ഫോട്ടോ വീഡിയോ എന്തായിട്ട് അവർ എടുക്കും അപ്പോൾ നമുക്ക് എന്താണെന്നറിയാം
എന്താ പറയുക, അപ്പം ഞാൻ ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് 293 റുപ്യാണ് വരുന്നത് പ്രൊഡക്റ്റിന്. ഞാൻ എന്തായാലും വാങ്ങണമെന്ന് വെച്ചു. പറഞ്ഞാൽ നീളത്തിൽ വയറായിപ്പോയി. ഇതാകുമ്പോൾ നമുക്ക് കയ്യിലും പിടിക്കാൻ കുഴപ്പമില്ല. ഞാൻ ഓഫ് ചെയ്താൽ വെച്ചാൽ ഇത് നമുക്ക് എല്ലായിടത്തും മീൻസ് കൊണ്ടടക്കാം. മറ്റേത് നമുക്ക് തന്നെ കൊണ്ടടക്കാൻ പറ്റില്ല. കാണിച്ചാ കേട്ടോ. എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. എന്താ കണ്ട ഇങ്ങനെ വരുന്ന ഇത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഉണ്ടോ? എന്താണ് ഇത്രയായിരുന്നല്ലോ. ഞാൻ എൻ്റെ വക എടുത്താട്ടോ. ഇത് കുറച്ച് സൈഡ് എടുത്തിട്ട് ഇത് ഇവൾക്ക് ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ. കണ്ടോ, ഷിമ്മിയാണ് കേട്ടോ. കണ്ടോ, ഞങ്ങളെ കുഞ്ഞിമ്മാൻ്റെ വക ഗിഫ്റ്റ് കിട്ടിയതാണ്. അവർക്ക് ഷോപ്പാണ് സ്വന്തം, ഒരു വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അവിടെ തന്നെ ഞാനത് എടുത്ത് ബനിയൻ ടൈപ്പായി വരും കേട്ടോ. അപ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ട് നോക്കി. അപ്പോൾ മാഷാഅല്ലാ കുഴപ്പമില്ലാതെ ഈ പെരുന്നാൾ അജയ് പെരുന്നാൾ അടിപൊളിയാവട്ടെ എല്ലാവർക്കും. നോക്കിയേ, ഇനി നോക്കൊക്കെ മടക്കിക്കണം. ഏതായാലും വീട്ടിൽ പോവാണ്. അപ്പോൾ പിന്നെ ഡ്രസ്സ് നമുക്ക് പാക്ക് ചെയ്തിടാം. പാക്ക് ചെയ്താൽ കുഴപ്പമില്ലല്ലോ. എന്തായാലും വീട്ടിൽ കൊണ്ടുള്ള ഐറ്റംസൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇനി മടക്കി വെക്കാം. ഇവിടെ ബെഡ്ഷീറ്റ് വെച്ചിട്ടില്ല. പുറത്ത് പോയിട്ട് ഇപ്പോൾ 3 മണി കഴിഞ്ഞ് വന്നപ്പോൾ റൂമിൻ്റെ കുറച്ച് പണി. ഡ്രസ്സൊക്കെ ഇപ്പോൾ പുറത്തിട്ടോളാം. നമുക്ക് ഇനി ബാഗിൽ വെക്കാം. ഞങ്ങളത് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പർച്ചേസ്. എനിക്ക് 3 കൂട്ടുണ്ട്. പിന്നെ മോൾക്ക് കുറച്ച് വെട്ടിയിടാൻ പറ്റിയത്, പിന്നെ കരുന്നാക്ക് കുളിച്ച് മാറ്റാനുള്ളതും, 3 പാൻറ്റല്ല 2 പാൻറ്റ് 2 കുപ്പായം, പിന്നെ ഒരു ബനിയൻ ടൈപ്പ്, പിന്നെ ഫാൻസി ഐറ്റംസ്, ഒരു ഹെയർബാൻഡ്, റിങ്, മുടിക്കായ, എന്താ ഇങ്ങനത്തെ ഒരു 4 മേടിച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഒരു ഇറുക്കി പോലത്തെ കുഞ്ഞി ഇത്, പിന്നെ മെയിലാഞ്ച്, പിന്നെ കുറച്ച് ഡ്രസ്സുകൾ എടുത്ത് 3 പീസ് പോലത്തെ പാൻറ്റും ഷാളും ടോപ്പും വരണേ, ഇതൊക്കെ മുറുക്കെടുത്ത്. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞാൻ യൂട്യൂബ് ചാനൽ ഇടും അറിയുമോ? ഇതന്നെ മോളിറങ്ങിയ ഇവിടെ പോയി വരിക.